ചുവട് കെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവോള ഒരു ഇച്ചിരി കട്ടി കൂട്ടി അരിഞ്ഞതാണ് കേട്ടോ. തീരെ നൈസായിട്ടല്ല, ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലെ ഇച്ചിരി കട്ടി കൂട്ടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറിയതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി വാരിയെടുത്ത വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ശകലം വാളംപുളി ചേർത്ത് കൊടുക്കാം. വാളംപുളിയുടെ നീര് മാത്രം അങ്ങ് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണ്ടേ, വഴുതനങ്ങയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. നമുക്കിതൊന്ന് മൂടി വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ശകലം തേങ്ങ വറുത്തെടുക്കണം. ഞാൻ 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഒരേപോലെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇല്ലെങ്കിൽ ചിലത് ഇങ്ങനെ വെളുത്തിരിക്കും, ചിലത് ഇങ്ങനെ കരിഞ്ഞ് കറുത്ത കളറിലും വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഒന്ന് ഈ നിറമായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഇച്ചിരി പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം എല്ലാം കൂടി ഈ തേങ്ങയിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുത്താലും മതി. ഇനി പൊടിയുടെ പച്ചമണക്ക് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചും കൂടി എടുക്കണം കേട്ടോ. അതേ സമയം കൊണ്ട് നമുക്കിവിടെ വഴുതനങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തേക്കുന്ന തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം, എന്നാലേ ഇതേപോലെ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ഇങ്ങനെ മാറിപ്പോകും. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ വീണ്ടും ഒരു ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ വഴുതനങ്ങ തീയിൽ ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയായിരിക്കും. ഇല്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ.